ഹായ് ഹലോ. ഈ പൂവ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഇതുപോലത്തെ പേപ്പർ എടുക്കാം. ഇത് ഞാൻ നടുമടക്കാണ് ചെയ്തേക്കണത്. ഏകദേശം ഈ ഒരു വീതി നീളം ഉണ്ടാവാൻ നല്ലത്. അപ്പോൾ നമുക്ക് കറക്റ്റ് വലിപ്പത്തിൽ പൂവ് കിട്ടും. എന്നിട്ട് ഇതിനെ നമ്മൾ ഇതുപോലെ വീണ്ടും ഒന്നും കൂടിയും മടക്കിയിട്ട് കുഞ്ഞായിട്ട് ഇങ്ങനെ ആരങ്ങ് കട്ട് ചെയ്യണ പോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ കട്ട് ചെയ്തേക്കണത് തെറ്റിപ്പോയിട്ടുണ്ട്. നല്ല ഭാഗം പുറമേ വരുന്ന പോലെയാണ് ഞാനിപ്പോൾ വെച്ച് കട്ട് ചെയ്തേക്കണേ. അങ്ങനെയല്ല ചെയ്യണ്ടേ. നമ്മുടെ ഉൾഭാഗം ഉണ്ടല്ലോ, ഉള്ളിലേക്ക് വരുന്ന പൊട്ട ഭാഗം ഉണ്ടല്ലോ, അതാണ് പുറമേക്ക് വെച്ച് മടക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോഴാണ് നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞ് നിവർത്തി കഴിഞ്ഞ് ഇതാക്കുമ്പോൾ പൂവിൻ്റെ ഇതളൊക്കെ നല്ല രീതിക്ക് നിൽക്കുള്ളൂ. ഇതിപ്പോൾ ഞാൻ തെറ്റി കട്ട് ചെയ്തേക്കണതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഫുള്ള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതിനൊന്ന് തിരിച്ച് മറിച്ചിട്ട് ഒന്ന് ഇതാക്കിയിട്ടുണ്ട്. അതിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ വലിയ കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് ഒരുമിച്ച് വെച്ച് ഒട്ടിക്കാണ്ടേ ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ചിട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിക്കുക കേട്ടോ. ഒട്ടിക്കാൻ സ്റ്റാർട്ടിങ് ഭാഗം വീഡിയോയിൽ കിട്ടിയിട്ടില്ല. ഇതുപോലെ ഒന്ന് കയറ്റി വെച്ചിട്ട് ഫുള്ള് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഗ്ലൂ ഗൺ വെച്ചിട്ട് നമ്മൾ ചുറ്റി കൊടുക്കുക കേട്ടോ. എനിക്ക് ഗ്ലൂ ഗണ്ണിൻ്റെ പ്രശ്നമാണോ അതോ ഞാൻ ചെയ്യണതിൻ്റെ പ്രശ്നമാണോ അതോ ഹീറ്റ് ആവണതിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ എന്നറിയില്ല. നമ്മൾ ഈ ഗണ്ണിൽ നിന്ന് ഗമ്മ് ഇങ്ങനെ വന്നതിന് ശേഷം ഇങ്ങനെ നൂല് പോലെ വരിക, അത് നല്ലോണം ഹീറ്റ് ആവാണ്ടാണെന്ന് അങ്ങനെ ആരോ പറഞ്ഞു കിട്ടും. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ വരാറുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. എന്തുകൊണ്ടാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല, അതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ പൂവ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പൂവിൻ്റെ ഉൾഭാഗം വരുന്നത് വൈറ്റ് കളറാണ്. ഇതുപോലെ അല്ലാണ്ട് ഉള്ളിലും ഈ ഒരു റോസ് കളർ വരുന്ന പേപ്പർ കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കണ പേപ്പറിന് എന്തോ അങ്ങനത്തെ പേപ്പറാണ്. അതാകുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ്. പിന്നെ നമ്മൾ ഇലയുടെ ഷേപ്പ് കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ മിസ്സായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഏകദേശം ഒരു ഇലയുടെ ഷേപ്പിൽ ഉണ്ടാക്കിയിട്ട് ഒരു സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. 2-3 നമുക്ക് ഭംഗിക്ക് വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് പിണ്ടി പെരുന്നാളിന് പിണ്ടിമയ്ക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റണ ഒരു ഇതല്ല. പക്ഷെ നമ്മളിപ്പോൾ എല്ലാവരും പിണ്ടിയല്ലല്ലോ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണത്, വേറെ എന്തെങ്കിലും രീതിയിൽ പുതിയൊരു ഐഡിയകൾ ചെയ്യാനാണല്ലോ നമ്മൾ നോക്കണം എല്ലാവരും. അപ്പോൾ നമുക്ക് പെരുന്നാളിനും ഏതെങ്കിലും രീതിയിൽ ഇത് ഉപകാരപ്പെടും. അല്ലെങ്കിൽ നമുക്ക് റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഫ്ലവർ വേസ് സെറ്റ് ചെയ്യാനോ അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ ഒരു പൂവ് ഉണ്ടാക്കാം. നല്ല പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കി കഴിയുന്ന ഒരു പൂവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ചെറിയ ചെറിയ ഐഡിയാസായിട്ട് നമ്മൾ ഇനി വരും. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. ഇതിപ്പോൾ ഒരു പിങ്ക് പോലത്തെ കളറിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. പല കളറിലും നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ടത് ഉൾഭാഗം വൈറ്റ് നിൽക്കുമ്പോൾ ചെറിയൊരു ഇത് കുറവുണ്ട്. അപ്പോൾ നമുക്ക് ആ ഉൾഭാഗം കൂടെ ഒരു പിങ്ക് വരണ, അല്ലെങ്കിൽ ഉള്ളിലും ഈ സെയിം കളർ വരുന്നതാണെങ്കിൽ കുറച്ചും കൂടി നന്നായെന്ന് എനിക്ക് തോന്നി. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.